യാതൊരു സഹകരണവുമില്ലാത്ത കുറേ ആളുകൾ വന്ന് ഒരു വീട്ടിൽ നിൽക്കുന്നു. അപ്പോൾ പണി ചെയ്യുന്നവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത്. അനീഷിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ, അനീഷ് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരിക്കും. അനീഷ് സംസാരിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് വേറൊരു വാസ്തവമായുള്ള കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ഇന്ന് വെള്ളിയാഴ്ചത്തെ എപ്പിസോഡാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പം നെവിനും ആര്യനും അവിടെ നെവിൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നു, ആര്യനാണെങ്കിൽ സാലഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ടൈമിൽ അനീഷ് കുറേ നേരമായി പാത്രം കഴുകാൻ തുടങ്ങിയിട്ട് കേട്ടോ. അതായത് ഒറ്റയ്ക്കേ ഉള്ളൂ. ജിഷിനുണ്ട്, ആദിലയുണ്ട്, ജിസയിലുണ്ട്, അനീഷുണ്ട്. ഇവരെല്ലാവരും വെസൽ ടീമിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഒരു കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായ അനീഷിന് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ അവിടെ ഹൗസിലുള്ള ബാക്കി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒനീലൊരു ക്യാപ്റ്റനല്ലേ, ഒനീലിനൊരു ഡിസിഷൻ കൊടുക്കാൻ പറ്റത്തില്ലേ? അനീഷ് പറഞ്ഞത് എന്തുകൊണ്ട് ഉചിതമായ തീരുമാനമായിരുന്നു. ഇന്ന് രാവിലെ പാത്രം കഴുകുന്നവർ ഉച്ചയ്ക്ക് കഴുകണ്ട, ഉച്ചയ്ക്ക് കഴിയുന്നവർ പിറ്റേ ദിവസം അത് റൗണ്ട് ചെയ്ത് പോവുക. ഉച്ചയ്ക്ക് കഴുകുന്നവർ പിറ്റേ ദിവസം രാവിലെ കഴുകുക, അന്ന് രാവിലെ കഴുകിയവർ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കഴുകുക. അത് നല്ലൊരു ഡിസിഷനാണ്. കാരണം ഉച്ചയ്ക്ക് പാത്രങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ ഈ രാവിലെ കഴുകുന്ന ടീംസിന് പാത്രം കുറവായിരിക്കും. ഇതിപ്പം ഉച്ചയ്ക്ക് കഴുകാൻ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ അവസ്ഥ വളരെ മോശമാണ്. ഒരുപാട് നേരമായി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് മോശം പറയാൻ പറ്റത്തില്ലല്ലോ. ഇത് ചെയ്യാൻ ഒരാളായതുകൊണ്ടല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് അനീഷ് പറയുന്ന ആരും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അനീഷ് പറയുന്നുണ്ട് വെസൽ ടീമിനെ ആരും അങ്ങനെ കയ്യിൽ വെക്കാമെന്നൊന്നും വിചാരിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒനിയിൽ വന്ന് നിൽക്കുന്നുണ്ട്, നെവിനുണ്ട്, ആര്യനുണ്ട്. എങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും ഒരു ഡിസിഷൻ കൊടുക്കാം, ബാക്കിയുള്ളവർ വന്ന് പാത്രം കഴുകാൻ. അനീഷ് ആദിലയോട് പാത്രം കഴുകാൻ പറഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടായത്. ചിലപ്പോൾ അങ്ങനൊരു പ്രശ്നം ഇനി ഉണ്ടാവണ്ട. ജയിലിൽ പോയിട്ട് വന്നതല്ലേ, അവരുമായിട്ട് കോംപ്രമൈസായി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ട എന്നുള്ള രീതിയിലായിരിക്കും അനീഷ് ഈ വീണ്ടും ഈ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം അനുമോളോട് പിന്നെയായിരുന്നു സംസാരിച്ചത്, അല്ലെങ്കിൽ നൂറയും സംസാരിച്ചിട്ടുണ്ട്. മോള് നല്ല ഫുഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് മോള് തന്നെ എപ്പോഴും കിച്ചൺ ടീമിൽ നിൽക്കണമെന്നുണ്ടോ, ഇനി കിച്ചൺ ടീം മാറി പിടിക്കണമെന്ന് അനുമോളോട് നൂറയും മിന്നിയും സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനീഷ് ഇത് കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച അനീഷ് കിച്ചണിൽ നിന്നതുകൊണ്ടാണ് അവിടുത്തെ ഓൾമോസ്റ്റ് പാത്രങ്ങൾ ഒരുപാട് കഴുകി തീർത്തത്. എല്ലാവരും ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ മാത്രം ജോലി ചെയ്യുക. ഈ ഒരു എപ്പിസോഡിൽ ഉറപ്പായിട്ട് ഇത് ബിഗ് ബോസ് ചോദിക്കണമെന്നുള്ള താല്പര്യം എനിക്കുണ്ട് കേട്ടോ. കാരണം കാണുന്നവർക്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. എല്ലാവർക്കും ഇമോഷണലി ഭയങ്കര ഡാമേജായി, അനീഷിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ആ ഒരു രീതി വെച്ചാണ് ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നത്. പക്ഷേ ആസ് എ ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഒനീലിനെങ്കിലും ഇതിലൊന്ന് ഇടപെടായിരുന്നു. ജിഷനുള്ള ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് എണീറ്റ് പോയി. അപ്പം ആദില കിടന്നുറങ്ങുകയാണ്. ആർക്കെങ്കിലും വന്നൊന്ന് അനീഷിനെ ഹെൽപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ജിസയിലാണെങ്കിൽ അങ്ങേയറ്റം മടി പിടിച്ച ഒരു സാധനം എങ്ങാണ്ടീന്ന് കൊണ്ടുവന്ന് വെച്ചിരിക്കുക ബിഗ് ബോസിലോട്ട്. ആ പെണ്ണിന് പണിയെടുത്ത് കൊടുക്കാനായിട്ടാണെങ്കിൽ ആര്യൻ എന്ന് പറഞ്ഞ ഒരു മണ്ടൻ. കാരണം എങ്ങനെ മണ്ടനെന്ന് പറയാതിരിക്കാൻ പറ്റും? ആര്യനെല്ലാം ചെയ്തു കൊടുക്കുക. അവിടെ തുണി അലക്കുന്നു, അവളുടെ പാത്രം കഴുകുന്നു, അവളുടെ പുറകെ ഒരു പാവയെ പോലെ നടക്കുന്നു. ആദിലയും നൂറയും വഴക്കുണ്ടാക്കിയത് കൊണ്ട് ആദില ആ വഴിയിൽ അങ്ങ് പോയി. നൂറയാണെങ്കിൽ വന്ന് കാല് പിടിച്ച് കരയുക. കാരണം നൂറയ്ക്കാണ് ഇമോഷണലി ഡാമേജ് ആയത്. ആദില എന്തോ മോശമായിട്ട് സംസാരിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. അപ്പോൾ നൂറ വീണ്ടും തിരിച്ച് ചെന്ന് സോറി പറയുന്നു. അപ്പോൾ അവരുടെ ഒരു ബന്ധത്തിൻ്റെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു വാല്യൂ ഒന്ന് ഓർത്ത് നോക്കണം. നൂറ ഭയങ്കര ഡൗൺ ആയിക്കൊണ്ടിരിക്കുക. അതിൽ ആതിരെ എങ്ങനെ എവിക്റ്റ് ആയിപ്പോയാൽ നൂറയും പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഗ്ലാസും കപ്പും ഒക്കെ ആരെടുത്തെന്ന് പറഞ്ഞാൽ അവർക്കൊന്ന് ജസ്റ്റ് കഴുകി വെക്കാനുള്ള കഴിയുന്ന കാര്യമാണ്. പിന്നെ അനീഷ് ഒരു കാര്യം പറയുന്നുണ്ട്, മറ്റുള്ളവർ ഇന്ന് വെള്ളിയാഴ്ച വേറെ ആരെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവനവനും തന്നെ കഴുകിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം നെവിൻ പറയുന്നു, ഞാൻ കറി ഉണ്ടാക്കിയ പാത്രം ഞാൻ കഴുകി വെക്കുന്നുണ്ട്, അപ്പോൾ ആരും ഇനിയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അനീഷ് പറഞ്ഞു, ഞാൻ ഈ പാത്രം പൂട്ടി വെക്കുമെന്നൊക്കെ പറയുന്നു. ഒരാൾ നിന്ന് ഇത്രയും പാത്രം കഴുകുന്നതിലും നല്ലത് അത് ടീമിലുള്ളവരെല്ലാവരും കൂടെ ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് കുറച്ച് പാത്രങ്ങൾ കഴുകുന്ന എന്തുകൊണ്ട് ഉചിതമായ തീരുമാനമായിരിക്കും. ഏതായാലും ഒരാളെ കൊണ്ട് ഈ ചെയ്യിപ്പിക്കുന്നത് വളരെ മോശം. അനീഷിന് പാത്രം പൂട്ടി വെക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പോൾ പൂട്ടി വെക്കാൻ ചാൻസ് ഉണ്ട്. പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എന്താ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.